ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴതോറും മുൻപേയുടെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീന പോയിന്റ് തൊട്ട് പിന്നാലെ തന്നെ വൈജയന്തി തിരികെ വീട്ടിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുകയാണ്. അതിന് മുന്നേ തന്നെ അമ്മയോട് യാത്ര പറയാൻ നിൽക്കുന്ന സമയത്തും അലീനയെ പ്രാകുന്നുണ്ടല്ലേ. ഈ ഒരു സമയത്ത് വൈജയന്തിയുടെ അമ്മ പറയുന്നത് നിന്റെ നാക്ക് പുഴുത്തു പോവത്തേ ഉള്ളൂ വൈജയന്തി, നീ ഇനിയും അങ്ങോട്ടേക്ക് ചെന്നതിന് ശേഷം നിന്റെ ധീരത്വം കാണിക്കാതെ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ നോക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അമ്മയുടെ വായിൽ നിന്ന് ഇത് കേൾക്കാനുണ്ടായിരുന്നുള്ളൂ. ഞാൻ ഇവിടെ നിന്ന് പോവുകയാണെന്ന് പറഞ്ഞിട്ട് വൈജയന്തി യാത്ര പറഞ്ഞിട്ട് പോകുന്നതിന് മുന്നേ തന്നെ പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ വരാം, ഞാൻ വന്നാൽ മാത്രമല്ല അമ്മയെ മര്യാദയ്ക്ക് നോക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വൈജയന്തി അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ വൈജയന്തി പോകാൻ നിൽക്കുന്ന സമയത്താണ് മനു തിരികെ വരുന്നത്. മനുവിനെ കാണുമ്പോൾ തന്നെ ഗംഗേട്ടൻ പറയുന്നുണ്ട്, നീ വൈജയന്തിനെ വീട്ടിലേക്ക് കൊണ്ടേ ആക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സാധാരണ അച്ഛനും അങ്കിളല്ലേ പോകാറില്ല, ഇന്നിപ്പം എന്നെ പറഞ്ഞു വിടുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നിനക്ക് വരാൻ പറ്റുമെങ്കിൽ മാത്രം വന്നാൽ മതി, നിനക്കിപ്പോൾ കാണ്ടാക്കാറൊന്നും അവിടെ ഇല്ലല്ലോ എന്ന് വൈജയന്തി തിരിച്ച് മറുപടി പറയുന്നുണ്ട് കേട്ടോ. ആൻറ്റി എന്താ ആൻറ്റി ഇങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മനു വൈജയന്തിയും കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ഇതിന് ശേഷം കാണിക്കുന്നത് അലീനയാണ്. അലീനയോടായിട്ട് സ്റ്റാലിനെ കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും ബാലേട്ടൻ തുറന്ന് പറയുകയാണ് കേട്ടോ. അലീനയുടെ അച്ഛൻ സ്റ്റാലിനാണെന്നും അദ്ദേഹത്തെ തേടിപ്പോയി കണ്ടുവെന്നും നിന്നെ സ്വീകരിക്കാൻ തയ്യാറായിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത് അലീനയ്ക്ക് ഭയങ്കര ഷോക്കാവുന്നുണ്ട്. അങ്ങനെ അലീന സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് അലീന ചോദിക്കുന്ന അച്ഛനെൻ്റെ ഇത്രയും നാളായിട്ട് എന്നോട് തുറന്നു പറയാതെ എന്നൊരു ചെറിയൊരു പരിഭവത്തോടുകൂടി തന്നെ പറയുന്ന സമയത്ത് നീ എന്നെ ഒരു കുറ്റക്കാരനായിട്ട് കാണാതെ നിനക്ക് വേണ്ടിയിട്ടാണ് നിന്റെ അച്ഛനെ ഞാൻ കണ്ടുപിടിച്ചത്, അതിൻ്റെ ഒരു ആവശ്യം എനിക്ക് ഉണ്ടായിരുന്നില്ല, പക്ഷേ നീ ഒരിക്കലും അനാഥയായിട്ട് ജീവിക്കരുത്, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കണ്ടെത്തിയത്. ആ ഒരു സമയത്തൊരു നന്ദി വാക്ക് പറഞ്ഞില്ലെങ്കിൽ പോലും നിനക്ക് എന്നെ കുറ്റപ്പെടുത്താതിരിക്കാൻ പാടില്ല മോളെ എന്ന് പറയുമ്പോഴത്തേക്കും അച്ഛനെ ഞാൻ കുറ്റപ്പെടുത്തിയതല്ല, അച്ഛൻ്റെ സങ്കടം കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ്. എന്തായാലും സ്റ്റാലിന് ഞാൻ അദ്ദേഹത്തിന്റെ മോളാണെന്ന് അറിയാമോ എന്ന് അലീന ചോദിക്കുന്ന നേരത്ത് അറിയാം, അദ്ദേഹത്തിന് എല്ലാം അറിയാം, എല്ലാ സത്യങ്ങളും ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്ന് ബാലേട്ടൻ പറയുന്ന സമയത്ത് ഇപ്പൊ ഇവിടെ വെച്ച് എന്റെ കാര്യങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷമാണ് അച്ഛന്റെയും അമ്മയുടെ ഇടയ്ക്ക് പ്രശ്നം ഉണ്ടായത്. ഈ പറയുന്ന സ്റ്റാലിനും വിവാഹം കഴിച്ച് മറ്റൊരു ഭാര്യയുമായിട്ട് ജീവിക്കുന്നതായിരിക്കും, ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെയും പ്രശ്നം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അതേക്കുറിച്ചൊന്നും തന്നെ ഞാൻ മുൻകൂട്ടി കണ്ടിട്ടില്ല, എന്തായാലും അതിന്റെ വേദന എന്താണെന്ന് അയാളും അറിഞ്ഞിരിക്കണം, ഇതിനെല്ലാം കാരണക്കാരൻ അയാളും കൂടിയിട്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ ബാലേട്ടൻ പറയുന്നുണ്ട്. കൂടുതൽ തന്നെ പറയുകയാണ്, നിന്നെ ഒരു വലിച്ചെറിഞ്ഞിട്ട് പോകുന്നതല്ല ഞാൻ, നിനക്ക് അവിടെ എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും നിനക്ക് തിരിച്ചു വരാം, അതേ രീതിയിൽ തന്നെ ഞാൻ സ്റ്റാലിനോടായിട്ട് പറഞ്ഞിട്ടുണ്ട്, അവിടെ നിനക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുന്നതല്ല എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അലീനയും കൂട്ടിക്കൊണ്ട് ബാലേട്ടൻ പോവുകയാണ് കേട്ടോ. ആ ഒരു ഭാഗത്തോടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.